കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമ്മള് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ അധ്യാത്മ രാമായണ പ്രാരംഭത്തില് നമ്മുടെ പൈങ്കിളി പെണ്ണ അഥവാ ശാരിക പൈതല് രാമചരിതം തുടങ്ങുന്നതിന് മുമ്പേ ആരോടൊക്കെയാണോ വന്ദനസ്തുതികൾ നടത്തേണ്ടതെങ്കിൽ അതെല്ലാം നടത്തി കഴിഞ്ഞു. പിന്നീട് എഴുത്തച്ഛൻ അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, ഇതെല്ലാം ഇങ്ങനെ രീതിയിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മോക്ഷഭാഗത്തെ കുറിച്ചൊക്കെ പറയുന്നു. തുടർന്ന് നമ്മൾ വീണ്ടും ഉമാ മഹേശ്വര സംവാദം തുടങ്ങുകയാണ്. ഇവിടെയാണ് രാമായണ കഥ ആധ്യാത്മിക രാമായണ പ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്നു. മൂലകൃതിയിൽ എന്ന പോലെ തന്നെ ഇവിടെയും എഴുത്തച്ഛനും ഉമാ മഹേശ്വര സംവാദം രീതിയിലാണ് കഥ ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ മൂലകൃതിയിലും നമുക്കറിയാം ശിവപാർവതി രീതിയിലാണ് ഈ രാമായണ കഥ, അല്ലെങ്കിൽ പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതാണല്ലോ. അത് വ്യാസനാണ് മൂലകൃതി രചിച്ചത്. ഇവിടെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ കൂടുതൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് എഴുത്തച്ഛൻ അതിനെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, പരമേശ്വരൻ കഥ പറയുന്നു ആരോട്? ഉമയോട്. അതുകൊണ്ടാണ് ഉമാ മഹേശ്വര സംവാദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മളും കേൾക്കുന്നു രാമകഥ എന്നുള്ളത്. ഇവിടെ പറയുന്നു, അതിന്റെ ആദ്യത്തെ കുറച്ച് വരികളുടെ വ്യാഖ്യാനം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പാരായണത്തിലേക്ക് പോകാൻ നോക്കും. കൈലാസ അജലേ ഇവിടെ ഈ രാമായണ ബുക്ക് കൈവശമുള്ളവര് മുന്നിൽ നിവർത്തി വെച്ച് പദച്ഛേദം ശ്രദ്ധിച്ചതിന് ശേഷം പാരായണം ചെയ്യുക. പാരായണം ചെയ്യുന്നത് നമ്മുടെ വിഭക്തി രൂപത്തിൽ, നമുക്ക് എങ്ങനെയൊക്കെ വളരെയധികം ഭക്തി രൂപത്തിൽ പാരായണം ചെയ്യാൻ കഴിവുള്ളവർക്ക് ആ രീതിയിൽ പാരായണം ചെയ്യാം. ഇവിടെ നോക്കും, എന്നാലും നമ്മൾ ഓരോ വരികളും പാരായണം ചെയ്യുമ്പോൾ അതിന്റെ സാമാന്യ അർത്ഥം ചിന്തിച്ചിട്ട് വേണം പാരായണം ചെയ്യാൻ. ഇവിടെ നോക്കും, കൈലാസ അജലേ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കുന്നത് കൈലാസം എന്ന പർവ്വതമാണ് കൈലാസ അജലേ. അതുകൊണ്ട് അജലം എന്ന് പറഞ്ഞ പർവ്വതം എന്നാണ്. അപ്പോൾ കൈലാസ അജലേ സൂര്യകോടി ശോഭിതേ, അതായത് കോടി സൂര്യന്മാർ ഉദിച്ചാൽ എന്ന പോലെ പ്രകാശമയമായിക്കൊണ്ട്, അല്ലേ? കൈലാസത്തില് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നമ്മുടെ കൈലാസ്, അല്ലേ? അതിന്റെ മുകളില് എവിടെയാണ് പരമശിവൻ നിവസിക്കുന്നത് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. സൂര്യകോടി ശോഭിതേ വിമലാലയേ. വിമലാലയേ മലം അഥവാ അശുദ്ധിയില്ലാത്ത, പരിശുദ്ധമായ, വിമലമായിരിക്കുന്ന, അവിടെ കംപ്ലീറ്റ് പ്യുവർ ആണ്, ഒരു അശുദ്ധിയും ഇല്ലാത്ത ഹിമാലയത്തിൽ, അല്ലേ? ഇപ്പൊ കൈലാസത്തിന് മുകളിലാണ്. അവിടെ പ്രത്യേകിച്ച് രോഗാണുക്കളൊന്നും ഉണ്ടാവില്ലല്ലോ. ബാക്കി നമ്മുടെ ഭൂമിയിൽ എവിടെ തെരഞ്ഞാലും ഒക്കെ മലിനമാണ്. എന്നാൽ ഉമാപരമേശ്വരൻ സ്ഥിതി ചെയ്യുന്ന അവിടെ
തികച്ചും ഹിമപാളികളാണ്. അതുകൊണ്ടാണ് വിമലാലയെ എന്ന്, രത്നപീഠേ, രക്തങ്ങൾ പതിച്ചിട്ടുള്ള പീഠത്തിന്മേൽ, സവിഷ്ടം ധ്യാനനിഷ്ഠം, വേണ്ടും പ്രകാരം ഇരുന്ന് ധ്യാനനിഷ്ഠത്തോടെ ഇരിക്കുന്ന പരമശിവനെയാണ് ഇവിടെ പറയുന്നത്. ആ പരമശിവനെ നമ്മളിത് ചൊല്ലുമ്പോൾ ആ ഇരുപ്പ്, ശ്രീ പരമേശ്വരന്റെ ആ കൈലാസ പർവ്വതത്തില് ഉള്ള ആ ഇരുപ്പ് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം ഇത് ചെല്ലാൻ. അപ്പോ സവിഷ്ടം ധ്യാനനിഷ്ഠം സഹിതം ഇരിക്കുന്ന ആര്? പരമശിവൻ. അദ്ദേഹം ആരാണ്? ഫാലലോചനൻ. ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റി അല്ലെ, ലോചനം എന്ന് പറഞ്ഞാൽ അറിയാം കണ്ണ്. അപ്പോ എന്താർത്ഥം കിട്ടും? അതായത് നെറ്റിത്തടത്തില് കണ്ണുള്ള തൃക്കണ്ണ്, മൂന്നാമതൊരു കണ്ണ് കൂടി ഉണ്ടെന്നാണല്ലോ പരമശിവനെ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം കിട്ടിക്കുന്നത്. ഫാലലോചനം. ഇനി അടുത്തൊരു പദച്ഛേദമാണ് മുനി സിദ്ധ ദേവാദി സേവ്യം. ഇവിടെ മുനിമാരും സിദ്ധന്മാരും അതുപോലെ ദേവന്മാരും അല്ലെ, മുനി സിദ്ധ ദേവാദി മുതലായ ഒക്കെ സേവ്യമായിട്ടുള്ള, സേവിക്കാൻ യോഗ്യനായിട്ടുള്ള, നമ്മളെല്ലാവരും വർഷിപ്പ് ചെയ്യുന്നത് അവർ സിദ്ധന്മാരായിക്കോട്ടെ മുനിമാരായിക്കോട്ടെ എല്ലാവരും പരമശിവനെയാണ് ധ്യാനിക്കുന്നത്, സേവിക്കുന്നത് അല്ലെ. പിന്നെന്താ, അവിടെയും തീരുന്നില്ല. നീലലോഹിതം അല്ലെ, നീലലോഹിതം എന്ന് പറഞ്ഞാൽ വയലറ്റ് കളർ എന്ന് പറയാം നമുക്ക്. അവിടെ വയലറ്റ് നിറം നമുക്ക് നീലകണ്ഠൻ അഥവാ അങ്ങനെ അർത്ഥത്തിൽ വേണമെങ്കിൽ ഭഗവാനെ ചിന്തിക്കാം. പിന്നെ ലോഹിതവർണം എന്ന് പറഞ്ഞാല് ഇളം ചുമപ്പ് എന്ന അർത്ഥമുണ്ട്. ഇളം ചുമപ്പോട് കൂടിയ, ഇവിടെ അർത്ഥം ശ്രീകണ്ഠേശ്വരൻ അഥവാ നീലലോഹിതത്തോടു കൂടിയ കളറോട് കൂടിയ നിജഭർത്താരം അല്ലെ, തന്റെ ഭർത്താവിന്റെ കൂടെ. നിജ എന്ന് പറഞ്ഞാൽ തന്റെ, ഭർത്താരം ഭരിക്കുന്നത് ഭർത്താവ് അല്ലെ, ശിവന്റെ കൂടെയാണല്ലോ ഇരിക്കുന്നത്. ഭർത്താരം വിശ്വേശ്വരം, വിശ്വത്തിന്റെ ഈശ്വരനായിട്ടുള്ള ആ ജഗന്നാഥേശ്വരനായിരിക്കുന്ന ശിവൻ അദ്ദേഹത്തെ വന്ദിച്ചു, വേണ്ട രീതിയിലെല്ലാം വന്ദിച്ച്. വാമോത്സംഗേ, വാമഭാഗം എന്ന് പറഞ്ഞ ഇടത് ഭാഗത്ത് അല്ലെ. അപ്പോ ഉത്സംഗം എന്ന് പറഞ്ഞാല് തുട, അപ്പൊ ഇടത്തെ തുടയില് ഇരിക്കുന്ന, അപ്പോ സ്ത്രീകൾക്ക് വിരിച്ചിട്ടുള്ള ഇടത്തെ ഭാഗമാണല്ലോ പുരുഷൻ അല്ലെ. അപ്പൊ അവിടെ ശിവന്റെ ഇടത്തെ തുടയിൽ ഇരിക്കുന്ന പാർവതി അല്ലെ. വാഴുന്ന ഭഗവതി മീൻ പാർവതി, ഭഗവതി. എങ്ങനെയാണ് അവിടെ? സുന്ദരിയാണ്, സുമുഖിയാണ് അല്ലെ, കാണാൻ നല്ല സുന്ദര ഭാവത്തോടു കൂടിയവള്. അങ്ങനെയുള്ള അവള് ഹൈമവതി, ഹൈമവതി ഹിമവാന്റെ പുത്രി അല്ലെ, പാർവതി ഹിമവാന്റെ പുത്രിയാണല്ലോ, അതുകൊണ്ടാണ് ഹൈമവതി എന്ന് പറയുന്നത്. ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ, തികഞ്ഞ ഉൾഭക്തിയോടെയും. ആരോട്? പരമശിവന്. എന്നാണ് ഇവിടെ പാർവതി പരമശിവനോട് ചോദിക്കാൻ പോകുന്നത് തികച്ചും ഒരു ഗുരു ശിഷ്യ രീതിയിലാണ്. അത് തുടർന്നുള്ള വരികൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അതായത് സാധാരണ ഒരു ഗുരുനാഥനെ പ്രാപിക്കുമ്പോൾ വേണ്ടുന്ന ഭക്തിഭാവത്തോടെയാണ് ഹൈമാവതി ചോദിക്കുന്നത്. ഹിമപുത്രിയായിരിക്കുന്ന പാർവതി തന്റെ പ്രിയ ഭർത്താവിനോട് വളരെയധികം ഭക്തിയോടെയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ജിജ്ഞാസയോടെയാണ് ചോദിക്കുന്നത്. തനിക്ക് അറിയേണ്ടതായ കഥയെക്കുറിച്ച്, രാമകഥയെക്കുറിച്ച് ചോദിച്ചു എന്നാണ് അതാണ് അവിടെ വരുന്നത്. ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ, ഇത്രയാണ്. അപ്പോ അവിടെ കൈലാസത്തിന് മുകളില് രത്നപീഠത്തിലിരിക്കുന്ന ഉമാ പരമേശ്വരൻ അല്ലെങ്കിൽ പരമേശ്വരന്റെ ഇടത്തെ തുടയിലിരിക്കുന്ന പാർവതി ദേവി തന്റെ ഭർത്താവിനെ ഒരു ഗുരു എന്ന രീതിയിൽ സമീപിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് ഒരു പതിപത്നി രൂപത്തിലാണ്, അങ്ങനെയല്ല ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. നോക്കൂ, ഇതിന്റെ പാരായണം
അത്രയും വരെ ഒന്ന് നോക്കും. കൈലാസജലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗി വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി എന്ന് ചോദിച്ചു. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉണ്ടായത്. എഴുത്തച്ഛൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ കിളി അല്ലേ, ഇങ്ങനെയാണ് രാമകഥ ആരംഭിക്കുന്നത്. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ. ഇനി അവിടെ തന്നെ പറയുന്നു ചോദിക്കുന്നതാണ്. എന്താ ചോദിക്കുന്നത്? സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ. ശിവന് കുറേ വ്യാഖ്യാനം നൽകുന്നു. ആരാണ് ഈ പരമേശ്വരൻ? പറയുന്നു, സർവാത്മാവായ നാഥ. ഈ ഭൂമിയിൽ എന്തൊക്കെ ആത്മരൂപത്തിലുണ്ടോ ജീവസ്വരൂപത്തിലുണ്ടോ അതിൻ്റെയൊക്കെ ആത്മാവായ, അല്ലെങ്കിൽ വിശ്വത്തിന്റെ തന്നെ ആത്മാവായ സർവാത്മാവായ നാഥ പരമേശ്വര പരമമായ ഈശ്വരതത്വമായ പോറ്റി ഭഗവാനെ. എന്താ? സർവലോകവാസ, ഈ ലോകത്തിലെല്ലാം വസിക്കുന്നത് അല്ലെ, അതിലൊക്കെ തിളക്കമാർന്ന ഒരു ശിവസ്വരൂപം അല്ലെ. ശിവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ശവം എന്നുള്ളതിന്റെ വിപരീതമാണോ അല്ലെ. ശിവം എന്ന് പറഞ്ഞാൽ തിളങ്ങി നിൽക്കുന്നത്. നമ്മുടെ ഈ വിശ്വപ്രകൃതിയിൽ എന്തൊക്കെ ശിവരൂപത്തിൽ അധിവസിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിവസിക്കപ്പെടുന്നുണ്ടോ അതിലൊക്കെ ശിവൻ അന്തർലീനമാണ്. അപ്പം നമ്മളിൽ തന്നെ ശിവതത്വമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവസ്വരൂപനായിരിക്കുന്നത്. ഒരു ചെടി അത് വളരുന്നുണ്ടോ എങ്കിൽ അതിൽ ജീവസ്വരൂപമുണ്ട്. ഒരു ജീവി സഞ്ചരിക്കുന്നുണ്ടോ എങ്കിൽ അതിൽ ജീവസ്വരൂപമുണ്ട്. അതേഴ്സ് ആർ ഇനേർട്ട്, ബാക്കി മറ്റതൊക്കെ ഇനേർട്ടാണ്, ജഡമാണ്. ദേ ആർ നോട്ട് എൻലൈറ്റൻഡ്, അവർ എൻലൈറ്റൻഡ് അല്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ലോകത്തില് സർവലോകത്തിലും വസിക്കുന്നവനായ സർവത്തിന്റെയും ആത്മാവായി കൂടിയുള്ളുന്ന പരമേശ്വരനായ സർവലോകവാസ സർവേശ്വര അല്ലെ, എല്ലാത്തിന്റെയും ഈശ്വര സ്വരൂപം. ഈ സർവേശ്വരൻ എന്നൊക്കെ തന്നെ വ്യാഖ്യാനിക്കാൻ പോയാൽ കുറെ സമയം എടുക്കും. പിന്നെ മഹേശ്വര, എല്ലാത്തിന്റെയും ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. മഹേശ്വരനായിരിക്കുന്ന സർവത്തിന് ശങ്കര ശരണ, അവിടെ പറയുന്നു ശരണാഗത ജനപ്രിയ, ശരണം ഇച്ഛിച്ചുകൊണ്ട് വരുന്നവർക്ക് പ്രിയനായവൻ, ആഗതരായി വരുന്നവർക്ക് ശരണം തരണമേ എന്ന ആ ഇച്ഛയോടുകൂടി തൻ്റെ അടുത്തേക്ക് സമീപിക്കുന്ന എല്ലാവർക്കും ജനപ്രിയനായിരിക്കുന്ന പരമേശ്വര. ഇതൊക്കെ ഗുരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഭഗവത്ഗീതയിൽ കൃഷ്ണന്റെ സ്ഥാനം, അഥവാ അവിടെ കൃഷ്ണൻ ഗുരുവും അർജുനൻ ശിഷ്യനുമാണല്ലോ ഭാഗത്ത്. അതേ രൂപത്തിൽ ഇവിടെ പാർവതി ശിഷ്യ രൂപത്തിലാണ് ചോദിക്കുന്നത്, ഗുരു രൂപത്തിലിരിക്കുന്ന പരമേശ്വരനോട്. അവിടെ പറയുന്നത് ശങ്കര ശരണാഗത ജനപ്രിയ, പിന്നെന്താ സർവദേശ സർവദേവേശ, എല്ലാ ദേവങ്ങളുടെയും ദേവനായിരിക്കുന്ന ജഗന്നായക, ഈ ജഗത്തിന്റെ തന്നെ നായകനായിരിക്കുന്ന കാരുണ്യാമൃതേ. കാരുണ്യാമൃതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യത്തിന്റെ സാഗരം, കടലേ. ഇപ്പോ പരമേശ്വരനെ അങ്ങനെ വ്യാഖ്യാനിച്ച് അത് എഴുത്തച്ഛന്റെ പ്രത്യേകതയാണ് കരുണാമൃതേ. പിന്നെ എന്താ, ഒരു പക്ഷേ വ്യാസനും ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തർജ്ജമ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ, എല്ലാം വരുന്നവര് സർവദേവശ ജഗന്നായ കരുണാമൃതയും. അത്യന്തം രഹസ്യമാം, പറയാൻ പോകുന്ന ഈ തത്വകഥ അങ്ങേയറ്റം രഹസ്യമാണ്. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും, എനിക്ക് പറഞ്ഞു തരാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങയിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ആ രഹസ്യം
അങ്ങേയറ്റം ഗുഹ്യമാണ്, രഹസ്യമാണ് എങ്കിലും വസ്തുവെന്നിരിക്കലും എത്രയും അത് അങ്ങനെയൊക്കെ ആണെങ്കിലും മഹാനുഭാവന്മാരായുള്ള വലിയ വലിയ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ജനങ്ങൾ അല്ലെ, ആൾക്കാർക്ക് അവര് ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും, അപ്പം ഭക്തിയുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും അതുപോലെ ശുശ്രൂഷാദികൾ അതെല്ലാം അങ്ങനെയുള്ള കാണുന്നവർക്കൊക്കെ ആ വ്യക്തികൾക്കൊക്കെ പരമപ്രിയനാണ്. അല്ലെങ്കിൽ ഇത് എന്നുള്ളത് ഇവിടെ ഏറ്റവും നമുക്ക് മഹാനുഭാവന്മാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വലിയ ശ്രേഷ്ഠന്മാരൊക്കെ ആണ്. പിന്നെ ഇവിടെ വേറെ വാക്കുപയോഗിക്കുന്നത് എന്താണ്? മഹാനുഭാവന്മാരെ ജനം ഈ വിശ്വാസമുള്ള അല്ലെ, ഈ അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും എന്താണ്? ശുശ്രൂഷ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ ശുശ്രൂഷ എന്ന രീതിയിലല്ല, ഇതിനെന്താണ്? സ്രോതും ഇച്ഛ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കേൾക്കുവാൻ രസമുള്ള അല്ലെങ്കിൽ കേൾക്കുവാൻ ഇഷ്ടമുള്ള ആഗ്രഹമുള്ളവർക്ക് എന്നർത്ഥം. അപ്പോ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തുവിടും എന്നു കേൾപ്പോ. ഇങ്ങനെ ശ്രേഷ്ഠന്മാരും മഹത്തുക്കളും അതുപോലെ ഭക്തന്മാരും തന്നെ സമീപിക്കുമ്പോൾ അവർക്ക് താങ്കൾ എന്ത് ചെയ്തും ഉപദേശം നൽകുന്ന ആളാണ് എന്ന് കേൾക്കുന്നുണ്ട്. ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ശിഷ്യഭാവത്തിൽ അങ്ങയോട് രാമകഥ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്നത്. അതായത് ഇങ്ങനെയുള്ള പരമാത്മാവായ അങ്ങയോട് ഞാൻ ഒരു ദൃഷ്ടാന്തം പറയുകയുണ്ടായി. അല്ലെങ്കിൽ ശരണാഗതന്മാരായി തന്നെ സമീപിക്കുന്ന അതിയായ ഭക്തി രൂപത്തിൽ തന്നെ സമീപിക്കുന്ന ഏത് വ്യക്തികൾക്കും തത്വോപദേശം നൽകുന്ന ഒരാളാണ് അങ്ങ് എന്ന് ഞാൻ അറിയുകയുണ്ടായി. കേൾക്കൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് എങ്ങനെ ചോദിക്കണം, ആ ചോദ്യഭാവത്തിലാണ് നമുക്ക് നൽകാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യം അറിയുമായിരിക്കും, പക്ഷെ അറിയുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അങ്ങോട്ട് ഉപദേശിച്ച് വിളിച്ചു പറയാൻ പറ്റുമോ? പറ്റില്ല. പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ, എന്താണ്, പാത്രം നോക്കി ഒഴിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഭക്തി രൂപത്തിലാണ് അല്ലെങ്കിൽ ഭക്തയായിട്ടാണ് അങ്ങേ സമീപിക്കുന്നത്. അപ്പൊ താങ്കൾ ഭക്തന്മാർക്ക് ഉപദേശം നൽകുമെന്ന് കേൾക്കുന്നു. എങ്കിൽ താങ്കൾ എനിക്കും ശ്രീരാമദത്തും ഉപദേശിച്ചു തന്നാലും എന്ന്. അതാണ് നോക്കുന്നു. വന്ദിച്ചു വാമോത്സംഗി വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ, സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകവാസ സർവേശ്വര മഹേശ്വര, സർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാംബുദി, അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ.